കുഞ്ഞുനാളിലെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടവളാണ് ഗൗരി. വല്യമ്മാമയ്ക്കും ഓപ്പോളിനുമൊപ്പമാണ് അവൾ ജീവിക്കുന്നത്. സർപ്പക്കാവും ആൽത്തറയും കടാവിളക്കും തുള്ളലും കെട്ടുകഥകളുമൊക്കെയായി അവളുടേത് മാത്രമായ ലോകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. പണ്ട് മുത്തശ്ശി പറഞ്ഞുകൊടുത്ത കാപാലികന്റെ കഥ അവൾക്ക് വെറുമൊരു കഥ മാത്രമായിരുന്നില്ല. അവളുടെ ഉറക്കത്തെയും സ്വപ്നത്തെയും അലോസരപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത്. ഇത് ഗൗരിയുടെ കഥയാണ്. പ്രണയവും വിരഹവും തൻ്റെതായ ശൈലിയിൽ എഴുതിയ ശിവമണി ആലത്തൂരിന്റെ മാൻകൈൻഡ് ലിറ്ററേച്ചർ പുറത്തിറക്കിയ കാപാലികന്റെ ഗൗരി. പ്രണയിക്കുന്ന കാലമത്രയും ജീവനും ജീവിതവുമാണെന്ന് പറയുകയും മനസ്സും ശരീരവും പങ്കുവെക്കുകയും ആരാലും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ഒരു സുപ്രഭാതത്തിൽ പ്രണയത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ടാവില്ലേ? ചിലർ പറയും സാഹചര്യമാണ്, വിധിയാണ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ. എന്നാൽ ഒരു കാരണവുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ ആലോചിച്ചിട്ടുണ്ടോ മറുവശത്ത് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ? നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത എങ്ങനെയാണ് അയാൾ മറികടക്കുക എന്ന്. വിശപ്പും ദാഹവും ഉറക്കവും നഷ്ടപ്പെട്ട് അവരുടെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തി അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി. ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. സ്നേഹം അങ്ങനെയാണ്, നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തും. എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ മണ്ടന്മാരാകാറില്ല.